നിങ്ങൾ കണ്ടോ? ഇത് നമ്മുടെ വീട്ടിലെ കൊച്ചു കുട്ടികൾ ഭിത്തിയിലൊക്കെ വരച്ചു വെക്കുന്ന ചിത്രങ്ങളാണ്. നമുക്ക് ഇതുമൂലം ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടായ നല്ല നല്ല ഭിത്തികളൊക്കെയാണ് കുട്ടികൾ ഇങ്ങനെ കുളവാക്കുന്നത്. ഇതെങ്ങനെ തടയാം എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും ഇവരെ ഫിസിക്കൽ പണിഷ്മെന്റിലേക്ക് നമ്മൾ എത്തിച്ചേരാറുണ്ട്. ഇതെങ്ങനെ തടയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇതിന് മാധ്യമം നൽകുകയാണ്. കുട്ടികൾക്ക് വരയ്ക്കാനും എഴുതാനായിട്ട് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് മാധ്യമങ്ങളൊക്കെ ഉണ്ട്. ആ രീതിയിൽ കൊച്ചുങ്ങളെ ഇതിലേക്ക് മാറ്റണം. അവർ വരച്ച ചിത്രങ്ങൾക്ക് നല്ല ഇമ്പോർട്ടൻസ് നൽകണം. കാര്യം വെച്ചാൽ അവർ വരയ്ക്കുന്ന പേപ്പറുകൾ വരയ്ക്കുന്ന ചിത്രങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടുകൊണ്ട് അത് ഭിത്തിയിൽ തൂക്കാനും മറ്റുള്ളവരൊക്കെ വരാൻ നേരത്ത് അത് കാണിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഭിത്തിയിൽ വരയ്ക്കുന്ന ചിത്രങ്ങളുടെ ഇമ്പോർട്ടൻസ് കുട്ടികളിൽ കുറഞ്ഞു വരും. കാര്യം വെച്ചാൽ അത് വലിയ സംഭവമല്ല. കാര്യം വെച്ചാൽ അതിനെക്കാട്ടും ഗൗരവമായിട്ട് നമ്മൾ ബുക്കുകളിൽ വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നെന്ന് കുട്ടികൾക്കൊരു തോന്നൽ വരും. അപ്പോൾ എന്ത് നമ്മൾ ഭിത്തിയിലെ ചിത്രങ്ങളൊന്നും കാണിക്കുന്നില്ല, ബുക്കിലെ ചിത്രങ്ങളാണ് മറ്റുള്ളവരെ കാണിക്കുന്നതെന്ന് തോന്നൽ കുട്ടികളിലേക്ക് ഡെവലപ്പ് ആകുമ്പോൾ അവർ ഭിത്തിയിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, താൻ ഭിത്തിയിൽ വരയ്ക്കുന്നത് വലിയ കാര്യമില്ല എന്ന് മനസ്സിലായിരിക്കും. സ്വാഭാവികമായിട്ടും കുട്ടികളെല്ലാം ഈ ഭിത്തിയിൽ വരയ്ക്കുന്നത് ഒഴിവാക്കുക തന്നെ ചെയ്യും. ഒരിക്കലും കുട്ടികൾക്ക് ഫിസിക്കൽ പണിഷ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യരുത്. കുട്ടികളെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഈ ഭാവനാശക്തിയും ക്രിയേറ്റിവിറ്റിയും എല്ലാം ഇമാജിനേഷനൊക്കെ എല്ലാം നശിച്ചു പോകുന്നതായിരിക്കും. അവർക്ക് അവരുടെ വഴിയിൽ വിടുക. സ്വാഭാവികമായിട്ട് ഒരു 5 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അവരെ ഭിത്തിയിലൊക്കെ വരയ്ക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും അവരെ അതിൽ നിന്ന് ഒഴിവാക്കുക തന്നെ വേണം. കുട്ടിയിൽ ഭിത്തിയിലൊക്കെ വരച്ച് കുട്ടികളൊക്കെ അത് ചെയ്തേ തുടക്കത്തിൽ ഉണ്ടാവുള്ളൂ. നമ്മൾ സാവധാനം അവരെ ഇതിൽ നിന്ന് മാറ്റുക. പിന്നെ ഒരു തീരുമാനം, നമ്മുടെ കുട്ടി ഇപ്പം അച്ഛൻ ഭിത്തിയിൽ വരയ്ക്കരുതെന്ന് പറയുന്നു, അമ്മ അതിന് കൂട്ടു നിൽക്കുന്നു, അമ്മ പറയുന്നു വരയ്ക്കൂ എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം ഒരിക്കലും ഫാമിലി ഉണ്ടാകരുത്. നമ്മുടെ വീട്ടിലെല്ലാവരും കുട്ടികളുടെ കാര്യങ്ങളിൽ വീട്ടിൽ എല്ലാവർക്കും ഒരേ തീരുമാനം ഉണ്ടായിരുന്നു. ഭിത്തി വരയ്ക്കരുതെന്ന് കുടുംബം മൊത്തമായിരിക്കണം തീരുമാനം എടുക്കേണ്ടത്. അങ്ങനെ അവരെ ഫിസിക്കൽ പണിഷ്മെൻ്റ് ഇല്ലാതെ ആ കുട്ടികളുടെ വരയ്ക്കാനുള്ള കഴിവിനെയും ഇതിനെയെല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.